നമസ്കാരം. ഇന്നലെ ഒരു കോൾ വന്നു. അദ്ദേഹം ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി വിളിച്ചതാണ്. ഒരു വക്കീലാണ്. സംസാരത്തിനിടയിൽ അദ്ദേഹം ചോദിച്ചൊരു ചോദ്യം ഏറെ ചിന്തിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, ബ്രദർ, സത്യം ജയിക്കുമോ അസത്യം ജയിക്കുമോ എന്ന്. ഒരു വക്കീലാണ് ആ ചോദ്യം ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ തമാശയായിട്ട് ഞാൻ ഉത്തരവും പറഞ്ഞു, സത്യവും നീതിയുമൊക്കെ ജയിക്കണമെങ്കിൽ നിങ്ങളല്ലേ ചിന്തിക്കേണ്ടത്, നിങ്ങളല്ലേ പ്രവർത്തിക്കേണ്ടത്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതകഥ പങ്കുവച്ചു. ചില അസത്യങ്ങൾ മൂലം, ചില അപവാദ പ്രചരണങ്ങൾ മൂലം എല്ലാം നഷ്ടപ്പെട്ട ഒരു കഥയാണ് അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്നത്. സ്വന്തം കുടുംബത്തെ നഷ്ടപ്പെട്ടു, സമ്പാദ്യങ്ങളൊക്കെ നഷ്ടപ്പെടുന്നു, അതുവരെ ഉണ്ടാക്കിയ പേര് നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ട ഒരവസ്ഥയിലാണ് ബ്രോ ഞാനിപ്പോൾ എന്ന് പങ്കുവച്ചപ്പോൾ ആ ചോദ്യത്തിന് ഏറെ പ്രസക്തിയുള്ളതായി തോന്നി. സത്യം ജയിക്കുമോ അസത്യം ജയിക്കുമോ? ജീവിതത്തിൽ നഷ്ടപ്പെട്ടതൊക്കെ വീണ്ടെടുക്കുവാനായിട്ട് നമുക്ക് അവസരങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. തിരികെ എടുക്കാൻ സാധിക്കും, ചിലതൊക്കെ തിരിച്ചു പിടിക്കാൻ സാധിക്കും. പോയവരൊക്കെ തിരികെ വരും. എല്ലാം മനസ്സിലാക്കി തിരിച്ചുവരവിൻ്റെ നാളുകളെ കാത്തിരിക്കുക എന്നുള്ളതാണ് പ്രതീക്ഷ. ചിലതൊക്കെ പറയാറുണ്ട്, ഇതും കടന്നു പോകുമെന്നുള്ളത്. അസത്യങ്ങൾ മൂലം, അപവാദ പ്രചരണങ്ങൾ മൂലം നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചെടുക്കുവാൻ നമ്മുടെ ആത്മവിശ്വാസം മാത്രം മതി. നമുക്ക് നമ്മെക്കുറിച്ച് ഒരു ബോധ്യമുണ്ടാകണം. നമുക്ക് നമ്മിൽ വിശ്വാസമുണ്ടാകണം. ആ വിശ്വാസം പ്രവർത്തനങ്ങളായി മാറണം. ആ വിശ്വാസം നമ്മെ ചിന്തയെ ഉണർത്തണം. അങ്ങനെ നമുക്ക് നമ്മിലുള്ള ആ ഒരു വിശ്വാസം കൊണ്ട്, നാം തിരിച്ചറിഞ്ഞ നമ്മിലെ കരുത്തുകൊണ്ട് മുന്നേറുവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയാണ് ഒരു നാൾ സത്യം ജയിക്കും, സത്യം തെളിഞ്ഞു വരും. അന്ന് അപവാദ പ്രചരണങ്ങളൊക്കെ പറഞ്ഞവരുടെ മുന്നിലൂടെ ശിരസുയർത്തി നടക്കുവാനും നമുക്ക് സാധിക്കും. തിരിച്ചറിവിൻ്റെ വെളിച്ചം വീശിയ നമ്മെ വിട്ടു പോയവരൊക്കെ തിരികെ വരും. അതെ, തിരിച്ചറിവിൻ്റെ, തിരികെ വരവിൻ്റെ, തിരിച്ചെടുക്കലിൻ്റെ ദിനങ്ങൾ അകലെയല്ല. അതുകൊണ്ട് തന്നെ പ്രതീക്ഷ കൈവിടാതെ യാത്ര തുടരാം. നമുക്കും ആ ഒരു പ്രതീക്ഷയുടെ വെളിച്ചം ജീവിതത്തിൽ എന്നും ജ്വലിച്ചു നിൽക്കട്ടെ. നേരുന്നു ശുഭദിനം.